Hello, Namaskaram. I am SHABIN. I like SHABIN. One video is a cooking video. A cooking video. We are health conscious. You are health conscious. Cholesterol. That's why we cook air fryer. Air fryer dishes search simple snack item. This is our favorite. This is air fryer. Video. 300 gram maidapodi edutittunde adilekku 2 teaspoon aripodi onnu crispy ആക്കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത് അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ കുറച്ച് ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെള്ളം കൂടി പോകരുത് കേട്ടോ നല്ല തിക്ക് ആയിട്ട് ഒരു ബാറ്റർ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളത് ഇതുപോലെ ബാറ്റർ റെഡിയാക്കി മാറ്റി വയ്ക്കുക ഇനി നമ്മൾ 2 ഏത്തക്ക എടുത്തിട്ടുണ്ട് നേന്ത്രക്ക അതിനെ 2 പീസ് ആക്കുന്നു അതിനെ വീണ്ടും 3 ചെറിയ പീസുകളായി കട്ട് ചെയ്യണം നമ്മുടെ എയർ ഫ്രയറിൽ വെക്കാൻ സൗകര്യത്തിനാണ് ചെറിയ പീസുകളായിട്ട് നമ്മൾ മാറ്റിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ എയർ ഫ്രയർ അതിനെ ഓൺ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബാസ്ക്കറ്റ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഈ എയർ ഫ്രയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പല മോഡൽ സെറ്റ് ചെയ്യാം നമ്മളിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന മോഡൽ ഇട്ടിരിക്കുകയാണ് 200 ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് പിന്നെ നമ്മളൊരു ഓയിൽ സ്പ്രേയർ എടുത്തു നമ്മുടെ ഇതിന്റെ ഗ്രില്ലിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തെടുത്ത് അതിനുശേഷം നമ്മുടെ ഏത്തക്ക പീസുകൾ നമ്മുടെ നേന്ത്രക്കയുടെ പീസുകളെല്ലാം ബാറ്ററിൽ മുക്കി ഇതിനെ ഇങ്ങനെ നമ്മുടെ ഈ ഗ്രില്ലിലേക്ക് ഇങ്ങനെ അടുക്കി വെക്കണം വേണമെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറിൽ വെക്കാം ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഗ്രില്ലിൽ തന്നെ നമ്മൾ വയ്ക്കുന്നു മുകളിൽ ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്യുന്നു അത് നമ്മുടെ എയർ ഫ്രയറിനകത്തോട്ട് വയ്ക്കുന്നു നമ്മുടെ എയർ ഫ്രയർ ഓൺ ആക്കുന്നു 17 മിനിറ്റ്സ് ആണ് ഇതിനാകെ അതിൽ കാണിക്കുന്നത് നമുക്ക് 30 മിനിറ്റ്സിൻ്റെ ആവശ്യമില്ല നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ ഏകദേശം ഇങ്ങനെ കുക്കായി വരുന്നുണ്ട് ഓയിൽ ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് വീണ്ടും അതിനെ വെച്ച് വീണ്ടും ഓണാക്കി കൊടുക്കുകയാണ് ഏകദേശം 5 മിനിറ്റ് കൂടി ഉണ്ട് നമ്മളൊന്ന് എടുത്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടി കുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ വീണ്ടും വെച്ച് ഒരു 2 മിനിറ്റ് കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എയർ ഫ്രയർ നമ്മളതിനെടുക്കുന്നു നമ്മുടെ പഴംപൊരി ആൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഗ്രില്ലെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം ഗ്രില്ലെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പഴംപൊരിയുടെ എഡ്ജുകളെല്ലാം പിടിച്ചിരിക്കുക അതിനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പഴംപൊരി ഈസി ആയിട്ട് എടുത്ത് മാറ്റാവുന്നതാണ് നമ്മൾ ഇതിൽ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അരിപ്പൊടി ചേർത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പഴംപൊരി കിട്ടുന്നതാണ് അങ്ങനെ നമ്മൾ എയർ ഫ്രൈ ചെയ്ത നമ്മുടെ പഴംപൊരിയായിട്ട് എത്തിയിട്ടുണ്ട് തള്ളിയിടലേട്ട് പാടുണ്ടാക്കിയതാണ് അപ്പൊ എയർ ഫ്രൈ ചെയ്ത പഴംപൊരിയുടെ അവസ്ഥ ഉണ്ടോ കൂടുതൽ ഓയിലിയൊന്നുമില്ല എന്നാൽ എല്ലാ സ്ഥലവും നല്ലോണം കുക്ക് ആയിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബട്ടർ പേപ്പറിൽ വേണമെങ്കിൽ വെക്കാം ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ബാറ്ററെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കൂടുതൽ ഇരുവും അതുകൊണ്ടാണ് ബട്ടർ പേപ്പർ വയ്ക്കാതെ ആ ഗ്രില്ലിൽ തന്നെ വെച്ചെടുത്തിരിക്കുന്നത് സംഭവം ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളി ഷേപ്പ് ഇവിടെ കാണുമ്പോൾ ഇത് ഷേപ്പ് മോശമുണ്ട് എന്നാലും കുഴപ്പമില്ല ഹെൽത്ത് കോൺഷ്യസ് ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് സഹിക്കാവുന്നതാണ് അപ്പൊ കഴിച്ചു നോക്ക് ഇഷ്ടമല്ലല്ലേ ഇഷ്ടമല്ല നോക്കാം ട്രൈ നോക്കാം ഞാൻ എന്തായാലും വലിയൊരു പീസ് എടുത്തിരിക്കുന്നത് ട്രൈ ചെയ്യ് വൈകി പഴംപൊരി ഒട്ടും തന്നെ ഇഷ്ടമല്ല സാധാരണ പഴംപൊരി കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു സാധാരണ കാട്ടി ഓയിലും ഡീപ് ഫ്രൈ ചെയ്യുന്ന പഴംപൊരി ഇഷ്ടമല്ല ഇത് പിന്നെ ഇഷ്ടപ്പെട്ടല്ലേ അതെന്താണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും കണ്ടോ നല്ല രീതിയിൽ കുക്കിംഗ് ആയിട്ടുണ്ട് നമ്മുടെ അടുത്ത പഴം അത്ര പഴുപ്പ് കുറവായിരുന്നു ഇതിലായിരുന്നെങ്കിൽ ഈ പഴം കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുമായിരുന്നു എയർ ഫ്രൈറിനൊക്കെ വില എന്ന് പറഞ്ഞാൽ 4000 മുതൽ ഒരു 10,000 വരെ പല ലിറ്റർ കണക്കിനാണ് അതിൻ്റെ ഇത് വരുന്നത് 5 ലിറ്റർ 6 ലിറ്റർ അങ്ങനെ പല ഇത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എയർ ഫ്രയറിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഇഷ്ടമായപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണാം ഷാബിൻ ചില്ലക്കടൻ വൈകാ ഷാബിൻ സൈനിങ് ഓഫ്